സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കരുതൽ. കേരള ഖരമാലിന്യ സംസ്കരണത്തിനായി നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 160 കോടി രൂപ അനുവദിച്ചു. പ്രാദേശിക സർക്കാരുകളിലെ അംഗങ്ങൾക്ക് ക്ഷേമനിധിയും അനുവദിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലെ മെമ്പർമാരുടെയും കൗൺസിലർമാരുടെയും ഓണറേറിയവും വർദ്ധിപ്പിക്കും. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കരുതൽ. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പണം കണ്ടെത്താൻ ലോക്കൽ ബോർഡ് ഓഫ് ഫിനാൻസ് രൂപീകരിക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വായ്പയെടുക്കാൻ സംവിധാനമൊരുക്കും. വലിയ പദ്ധതികൾ നടപ്പിലാക്കാൻ മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും മുനിസിപ്പൽ ബോണ്ടുകൾ പുറപ്പെടുവിക്കാം. തദ്ദേശ സ്ഥാപനങ്ങളിലെ മെമ്പർമാരുടെയും കൗൺസിലർമാരുടെയും ഓണറേറിയം വർദ്ധിപ്പിക്കും. ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരുത്തും. പ്രാദേശിക സർക്കാരുകളിലെ അംഗങ്ങൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തും. 2026-27 സംസ്ഥാന പദ്ധതി വിഹിതത്തിന്റെ 28.5% വരുന്ന 10,189 കോടി രൂപ പ്രാദേശിക സർക്കാരുകളുടെ വികസന ഫണ്ടായി നീക്കിവെക്കും. പ്രാദേശിക സർക്കാരുകളിലെ മുൻ ജനപ്രതിനിധികൾക്കും കൂടി ക്ഷേമനിധി ഏർപ്പെടുത്തുമെന്ന് മന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചു. 2026-27 വർഷത്തിലേക്ക് 250 കോടി സമാഹരിക്കും. പദ്ധതിയിലേക്ക് പ്രാദേശിക സർക്കാരിനും പണമടയ്ക്കാം. ഒപ്പം ഖരമാലിന്യ സംസ്കരണത്തിനായി നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 160 കോടി രൂപ അനുവദിച്ചുവെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം.